beauties, welcome back to my YouTube channel. അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സ് വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് കാണിച്ചു തരട്ടെ. അപ്പോൾ ഫേസ് വാഷ് ഒക്കെ ചെയ്തു. അമ്മേന്റെ നൈറ്റിയാണ്, മൈൻഡ് ആക്കണ്ട. നിങ്ങൾ എന്നെ പോലെ അമ്മേന്റെ നൈറ്റി എടുത്ത് മുഖം തുടയ്ക്കുന്നവരാണ് കമന്റ് ചെയ്യൂ. അപ്പോൾ മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ സ്കിൻ കെയർ ചെയ്യണം, മറക്കരുത്. സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ വലിയ പരിപാടിയൊന്നുമില്ല. ഒരു മോയ്സ്ചറൈസർ, ഒരു സൺസ്ക്രീന്, ഒരു ലിപ് ബാം, അത് മതി. ഈ ഒരു മാസ്ക് ഡോട്ട് ആൻഡ് ഗിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചുണ്ടിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനിടയിൽ ഞാൻ ക്യാമറേന്റെ പൊസിഷൻ ഒന്ന് കറക്റ്റ് ആക്കുന്നുണ്ടേ. സൂക്ഷിച്ചൊന്നും നോക്കണ്ട, ദൂരം നിന്ന് നോക്കിയാൽ തന്നെ പിമ്പിൾസ് കാണാം. മുട്ട തിന്നാ അപ്പൊ പിമ്പിൾസ് വരും, പക്ഷെ എനിക്ക് മുട്ട തീറ്റി കുറയ്ക്കാനും പറ്റില്ല. അപ്പൊ ഫസ്റ്റ് തന്നെ ഞാനൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് റൈസ് വാട്ടർ മോയ്സ്ചറൈസർ ആണ്. നല്ല അടിപൊളി മോയ്സ്ചറൈസർ ആണ് കേട്ടോ. പക്ഷെ ഇച്ചിരി എക്സ്പെൻസീവ് ആണെന്നേ ഉള്ളൂ, പക്ഷെ സൂപ്പർ സാധനമാണ്. അഫോർഡബിൾ എന്ന് പറഞ്ഞിട്ട് ഇത് എന്ത് വാങ്ങാത്തുള്ളിയാണെന്ന് ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ പോൺസിന്റെ മതിയടാ, പോൺസിന്റെ ഉണ്ടെങ്കിൽ നല്ലതാണ്. എന്റെ പോൺസിന്റെ ഇത് കാണാനില്ല കേട്ടോ, അതാണ് ഞാൻ ഈ ഒരു മോയ്സ്ചറൈസർ എടുത്തത്. സോറി. അടുത്ത സ്റ്റെപ്പ് സൺസ്ക്രീൻ. ഞാൻ ഡോട്ടർഷത്തിന്റെ സൺസ്ക്രീൻ ആണ് കേട്ടോ എടുത്തത്. ഇത് അണ്ടർ 500 താഴെ ഉള്ളൂ. നല്ല അടിപൊളി സൺസ്ക്രീൻ ആണ് കേട്ടോ. നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് ഇത് വാങ്ങി യൂസ് ചെയ്ത് നോക്കണം, അത്രയ്ക്ക് അടിപൊളിയാണേ. നിങ്ങളിപ്പോൾ സ്കിൻ കെയർ ചെയ്യണം, ഈ പ്രോഡക്റ്റ് എല്ലാം എടുത്ത് സ്കിൻ കെയർ ചെയ്യണം എന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങളുടെ സ്കിന്ന് ക്ലിയർ ആണെങ്കിൽ, നോർമൽ ആണെങ്കിൽ അതിൻ്റെ ഒന്നും ഒരു ആവശ്യവും സത്യം പറഞ്ഞാൽ ഇല്ല. എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ടാൻ ഉണ്ട്, പിമ്പിൾസ് ഉണ്ട്, പിഗ്മെന്റേഷൻ ഉണ്ട്. അപ്പോൾ ഈ പരിപാടിക്ക് ഉള്ളതുകൊണ്ട് ഒരു സ്കിൻ കെയർ ഫോളോ ചെയ്യുന്നു. അതിപ്പോൾ ഈ ഒരു ഇടക്കാലത്തായിട്ട്. അടുത്ത് വന്നിട്ട് മെബ്ലൈൻ ഫിറ്റ് മീൻ്റെ ഒരു ഫൗണ്ടേഷൻ ആണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല, സൂപ്പർ ഫൗണ്ടേഷൻ ആണ്. നിങ്ങൾ എന്തായാലും ഇത് മസ്റ്റായിട്ട് ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെടും. ഭയങ്കര മറ്റേ ഫൗണ്ടേഷൻ ഇട്ട് പുട്ടിയടിച്ച ഫീലൊന്നും ഉണ്ടാവില്ല. നല്ലൊരു നാച്ചുറൽ ലുക്ക് കിട്ടും കേട്ടോ. കുറേ ആളുകളുടെ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് കേട്ടോ ഞാനും ഇത് വാങ്ങിയത്. മെബ്ലൈൻ ന്യൂയോർക്കിൻ്റെ ഫിറ്റ് മീ 128 എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അടിപൊളിയാണ് ഇത്. നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെടും കേട്ടോ. നിങ്ങൾ മേടിക്കുമ്പം നിങ്ങളുടെ ഷെയ്ഡ് തന്നെ നോക്കി എടുക്കണം, അല്ലാണ്ട് വേറെ ഷെയ്ഡൊക്കെ പോയി എടുത്തിട്ട് വന്നാൽ നിങ്ങളുടെ ഫേസിലൊന്നും ചേരത്തൊന്നുമില്ല, പൊട്ടിയടിച്ച ഫീലൊക്കെ തോന്നും. ഇത് നിങ്ങളുടെ ഷെയ്ഡ് നോക്കി എടുത്തു കഴിഞ്ഞാൽ അടിപൊളി സാധനമാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. എന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ജന്മന ഇല്ലാത്തൊരു സാധനമാണ് കൺപീലി. അപ്പം അതൊന്ന് സെറ്റാക്കാൻ വേണ്ടി ഈ ഒരു ഐ കളർ യൂസ് ചെയ്യും കേട്ടോ. ഇതിന് 150 രൂപ അത്രയൊക്കെ ഉള്ളൂ. മീഷോയിൽ, ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. അടിപൊളി സാധനമാണ്. നിങ്ങൾക്കും എന്നെപ്പോലെ കൺപീലി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് വാങ്ങി ട്രൈ ചെയ്ത് നോക്കണം. ആദ്യം നമുക്ക് പേടി തോന്നും, പിന്നെ ഇതേപോലെ നല്ല കംഫർട്ടബിൾ ആവേ. അടുത്ത് വന്നിട്ട് ബ്ലൂ ഹെവൻ്റെ ഈ ഒരു കാജൽ ജസ്റ്റ് കണ്ണിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഐലൈനറും വേറെ ഒരു കാര്യങ്ങളും യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഈ ഒരു കാജൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളേ. ഞാൻ അതിനിടയിൽ ചോദിക്കുന്നുണ്ട് എൻ്റെ ഡ്രസ്സ് എടുത്തുകൊണ്ട് ഇവിടെ പോകണടാന്ന്, പക്ഷേ എൻ്റെ ഡ്രസ്സ് അതിലില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു കാജൽ വന്നിട്ട് കൊള്ളാമോ എന്ന് ചോദിച്ചാൽ കൊള്ളാം, പക്ഷേ പെട്ടെന്ന് പടരും. നമ്മൾ ഇതൊന്ന് ഇട്ടതിന് ശേഷം ജസ്റ്റ് പൗഡറൊക്കെ വെച്ചിട്ടൊന്ന് അതിൻ്റെ അടുത്തായിട്ട് ടച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ നിൽക്കും. പക്ഷേ അല്ലാതെയാണെങ്കിൽ പെട്ടെന്ന് പടരും കേട്ടോ. അപ്പോൾ എൻ്റെ പിറകിൽ എൻ്റെ അനിയനുണ്ട്, അവൻ തുണി കഴുകാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ മൈൻഡ് ആക്കണ്ട, നിങ്ങൾ എന്നെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഫോക്കസ് ഒൺലി മീ. ഓക്കെ. കണ്ണ് എഴുതിയതിന് ശേഷം ഐ ഷാഡോ ഇട്ട് കൊടുക്കാനുള്ള റീസൺ എന്ന് പറയുന്നത്, കണ്ണ് എഴുതാതെയാണ് ഞാൻ ഇടുന്നതെങ്കിൽ അതിലുള്ള അത്രയും കളറും എൻ്റെ കണ്ണിൻ്റെ മേളിൽ കാണും. അപ്പോൾ ജസ്റ്റ് കണ്ണ് എഴുതിയിട്ടാണെങ്കിൽ ഞാൻ ആവശ്യമുള്ളത് മാത്രമേ ഇടുള്ളൂ. അപ്പോൾ ഞാൻ അതിൽ നിന്നൊരു യെല്ലോ ഷെയ്ഡുള്ളൊരു ഗ്ലിറ്ററും അതേപോലെ ഒരു മെറൂൺ കളർ ഗ്ലിറ്ററുമാണ് എടുത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ. എൻ്റെ ഡ്രസ്സിന് മാച്ചാവുന്ന രീതിയിലാണ് ചെയ്തത്. ജസ്റ്റ് ഒന്ന് ഒരു ഷൈനിങ് കിട്ടാൻ വേണ്ടി, ഇത്തിരി ഒന്ന് ഷൈനിങ് ആയിട്ട് നിൽക്കാൻ വേണ്ടി, അല്ലാണ്ട് ഓവർ ഇട്ട് ആക്കണില്ല. അതാണ് ഞാൻ ആദ്യം തന്നെ കണ്ണ് എഴുതിയത്. അപ്പോൾ ഐ ഷാഡോ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ കണ്ണ് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ തിളങ്ങും. അപ്പോൾ അടുത്ത് വന്നിട്ട് ഈ ഒരു മസ്കാരയാണ്. ഇതൊരു ഡബിൾ സ്റ്റെപ്പ് മസ്കാരയാണ് കേട്ടോ. നമുക്ക് ലെങ്ത്തും കൂട്ടാം, അതേപോലെ വോളിയം കൂട്ടാം. ഒരു 200 താഴെ ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ. അതേപോലെ ഇതിൻ്റെ മാഴ്സിൻ്റെത് ഉണ്ട്. മാഴ്സിൻ്റെ ഒരു 350 ആ ഒരു റേഞ്ച് വരുന്നുണ്ട്. നല്ല മസ്കാരയാണ്. നമുക്ക് അങ്ങനെ ഇത് അപ്ലൈ ചെയ്തിട്ട് റിമൂവ് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിന് ചുറ്റും കറുപ്പ് കരിപരണ്ട പോലെ ഇരിക്കുകയൊന്നുമില്ല. നല്ല ഒരു റിമൂവ് ചെയ്യുമ്പോഴും നമ്മൾ ഇട്ട ഒരു ഫീലൊന്നും തോന്നില്ല, അത് പൊടി പോലെ അങ്ങ് ഇളകി പോകും. അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കണം. നല്ല മസ്കാരയാണ് കേട്ടോ. ഫസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ലെങ്ത്ത് കൂട്ടി കൊടുത്തു, എന്നിട്ടാണ് ഞാൻ വോളിയം അപ്ലൈ ചെയ്തത് കേട്ടോ. അപ്പം നമുക്ക് ഇച്ചിരി കൺപീലിയൊക്കെ ജന്മനമുള്ള പോലെയൊക്കെ തോന്നിക്കും. നോട്ട് ദ പോയിന്റ്. ഓക്കെ. അപ്പം അടുത്ത് വന്നിട്ട് നമ്മുടെ ലുക്കിനെ തന്നെ മാറ്റാൻ പോകുന്ന ഒരു അടിപൊളി ലിപ്സ്റ്റിക്കാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ചേഞ്ച് എന്താണ് എന്നുള്ളത്. ആ തുണിയും കൊണ്ട് പോടാ പിറകുന്നൊന്ന്. ഇടയ്ക്കിടയ്ക്ക് അവനെ ഞാൻ കണ്ണുരുട്ടുന്നുണ്ട്, പക്ഷെ അവൻ മാറുന്നില്ല. ഇനി ചിലപ്പോൾ എൻ്റെ വീഡിയോയിൽ വരാനുള്ള താല്പര്യം കാരണമായിരിക്കും. അതൊക്കെ പോട്ടെ. നിങ്ങൾ ഈ ഷെയ്ഡ് കണ്ടോ? എൻ്റെ ഫേസിൽ ആ ഗ്ലോ കണ്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ മുഖം പെട്ടെന്ന് എൻ്റെ ഫേസ് അങ്ങ് മാറിയ പോലെ ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് വാങ്ങി ട്രൈ ചെയ്യണം. ഈ ഒരു ലിപ്സ്റ്റിക്ക് മാഴ്സിൻ്റെ ഒരു ലിപ് ലൈനർ വെച്ചിട്ട് ഒന്ന് ലിപ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഞാൻ ചെയ്തതേ ഉള്ളൂ. ഇല്ലാത്തവർ പോയി മേടിക്കാനൊന്നും നിൽക്കണ്ട.
എൻ്റെ ഇല്ലെങ്കിൽ ഞാൻ ചെയ്യില്ലായിരുന്നു. അപ്പം നിങ്ങളും ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നില്ല, നിർബന്ധമില്ല കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ ലിപ്പിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഉമ്മ നിങ്ങൾക്കാണ് കേട്ടോ. ഈ ഒരു ബ്ലൂ ഹെവൻ്റെ കാജൽ നമുക്ക് പൊട്ടിടാൻ അടിപൊളിയാണ്. അതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ട് തന്നെ ഒരു പൊട്ടിട്ട് എടുക്കുന്നുണ്ട്. സ്ഥാനമാനങ്ങളൊക്കെ കറക്റ്റാണ്. ഓക്കെ കറക്റ്റാണ്. അപ്പോൾ ഒരു പൊട്ടിട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ കണ്ണിൽ തിളക്കം കണ്ടല്ലേ. ബ്ലഷ് ആയിട്ട് ഞാൻ ഈ ഒരു ലിപ് മാസ്ക് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. കാരണം ഇത് ഇടുമ്പോൾ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാറുണ്ട്. മറ്റേ ചെവുക്കലടിച്ച് പൊട്ടിച്ച, സോറി നമ്മൾ തിരുവനന്തപുരം സ്ലാങ് ആണ്, ചെവുക്കലടിച്ച് പൊട്ടിച്ച. ഓക്കെ ഫൈൻ, ലീവ് ഇറ്റ്. നമ്മുടെ ചെവി അടിച്ച് പൊട്ടിച്ച ഒരു ലുക്ക് വരത്തില്ല. ഒരു നാച്ചുറൽ ബ്ലഷായിട്ട് തോന്നും. ഇട്ടില്ല എന്നുള്ളൊരു ലുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അത് തന്നെ ഞാൻ ജസ്റ്റ് ചുണ്ടിലും ചീക്സിലും, കൊതുക് സമ്മതിക്കൂല പുല്ല്, ചീക്കിലും പിന്നെ കുറച്ച് താടീൻ്റെ അവിടെയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ഗുമ്മിന് വേണ്ടിയിട്ട്. അപ്പം എൻ്റെ ലുക്കും മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. കണ്ട ആ തിളക്കം കണ്ടല്ലേ? അത് തന്നെ. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഞാനൊരു സെറം ജസ്റ്റ് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുളിക്കലില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് സെറം വെച്ച് നമുക്ക് ജീവിച്ച് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഹെയറിൽ സെറം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ട്രിക്ക് കാണിച്ചു തരട്ടെ. കണ്ട, സെറം വെച്ചിട്ട് ഇതേപോലെ കറക്കി എടുക്കുക. കണ്ടോ ഇങ്ങനെ കറക്കി എടുക്കുമ്പം നല്ലപോലെ കിടക്കും മുടി. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.